ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡ് ന്യൂ SCERT-യിലെ ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഈ ഒരു ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും ആണ്. അപ്പോൾ നമുക്ക് അത് കുറച്ച് പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാം. നമുക്ക് ആദ്യം കുറച്ച് പദാർത്ഥങ്ങളൊക്കെ അവിടെ തന്നിരിക്കുന്നു. പഞ്ചസാര, ഗ്ലൂക്കോസ്, ജലം. ഇതിലെ ഘടക മൂലകങ്ങളും അതിന്റെ തന്മാത്ര രാസസൂത്രം തന്നിട്ടുണ്ട്. അതുപോലെ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം നോക്കുക. പഞ്ചസാരയുടെ രാസസൂത്രം എങ്ങനെയാണ്? C12H22O11. LGS ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് പഞ്ചസാര, ഗ്ലൂക്കോസ് എന്നിവയുടെ രാസസൂത്രമൊക്കെ. പഞ്ചസാരയില് C12H22O11 എന്ന ഒരു രാസസൂത്രത്തില് 12:22:11 എന്ന് പറയുന്ന ആ ഒരു അനുപാതത്തിലാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജൻ എന്ന ഘടക മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗ്ലൂക്കോസിലെ ഘടക മൂലകങ്ങളും ഏത് തന്നെയാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. പക്ഷേ അതിന്റെ അനുപാതം വ്യത്യാസമുണ്ട്. അനുപാതം വ്യത്യാസം ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് പദാർത്ഥങ്ങൾക്കും വ്യത്യാസം ഉണ്ട്. C6H12O6 അതാണ് ഗ്ലൂക്കോസ്. 1:2:1 എന്ന അനുപാതത്തിലാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഗ്ലൂക്കോസിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ജലത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും ആണുള്ളത് അല്ലെ. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ജലം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആറ്റങ്ങളുടെ അനുപാതം എന്ന് പറയുമ്പോൾ 2:1 എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഓരോ പദാർത്ഥത്തിന്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. ഇപ്പൊ ജലത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു എന്താണ്? 2:1 എന്ന അനുപാതത്തിലാണ് അവിടെ പദാർത്ഥങ്ങൾ അല്ലെ ഘടക മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഗ്ലൂക്കോസിന്റെ കേസിൽ 1:2:1 എന്ന റേഷ്യോ ആണ്. പഞ്ചസാരയാണെങ്കിൽ 12:22:11 എന്നാണ്. അപ്പൊ ഓരോ പദാർത്ഥത്തിന്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് എന്ത് പറയുക? തന്മാത്ര എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതായിരുന്നു അല്ലെ. എന്താണ് തന്മാത്ര എന്നൊക്കെ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങളിലുള്ള വ്യത്യാസം. കൂടാതെ ഘടക മൂലക ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം അല്ലെ, അനുപാതത്തിലും ഡിഫറൻസ് ഉണ്ട്. ഘടക മൂലകങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. നോക്കിയേ, ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്താ പറയുന്നത് കണങ്ങൾ? ഓക്കെ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇതിനെയാണ് എന്ത് പറയുന്നത്? സബ് ആറ്റോമിക കണങ്ങൾ എന്നും അറിയപ്പെടുന്നു. സബ് ആറ്റോമിക കണങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇനി ഈ കണങ്ങളെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഓരോ കണ്ടുപിടുത്തങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, മോഡലുകൾ പറയുന്നുണ്ട്. പിന്നെ ഇലക്ട്രോൺ വിന്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തിയതും എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? തന്മാത്ര എന്നാണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര. തന്മാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ പദാർത്ഥത്തിനെയും തന്മാത്രകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റത്തിനകത്ത് പിന്നെയും എന്തുണ്ട്? മറ്റു പ്രധാനപ്പെട്ട കണങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലെ, അല്ലെങ്കിൽ സബ് ആറ്റോമിക കണങ്ങൾ ആണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്മാത്രകൾ തമ്മിൽ, ഓരോ പദാർത്ഥത്തിന്റെയും തന്മാത്രകൾ തമ്മിൽ ഏതൊക്കെ രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങളിലുള്ള വ്യത്യാസമുണ്ട്. ഘടക മൂലക ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള അനുപാതം അല്ലെ, ഘടക മൂലകങ്ങളുടെ ആറ്റത്തിലുള്ള അനുപാതത്തിലും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും എന്ന ഭാഗത്ത് വില്യം ക്രൂക്സിന്റെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. 1875 വില്യം ക്രൂക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ
ഇരുവശത്തും ലോഹത്തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. അപ്പൊ നോക്കിയേ, വില്യം ക്രൂക്സ് എന്താ ചെയ്തത്? ഇരുവശത്തും ലോഹത്തകിട് കണ്ടോ, ഇവിടെ ലോഹത്തകിടുണ്ട്, അതുപോലെ ഇവിടെയും ലോഹത്തകിടുണ്ട്. ഇരുവശത്തും ലോഹത്തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബ്, ഇതൊരു ഗ്ലാസ് ട്യൂബാണ് കേട്ടോ. ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിലുള്ള വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്തു. മനസ്സിലായോ പറഞ്ഞ കാര്യം? എന്താ പറഞ്ഞത്? ഇരുവശത്തും ലോഹത്തകിടുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ്. ആ ഗ്ലാസ് ട്യൂബിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള പരീക്ഷണം നടത്തുകയാണ്. അപ്പോ ഈ ട്യൂബിനുള്ളിൽ എന്തായാലും എന്തുണ്ടാവും? വായു ഉണ്ടാവും കേട്ടോ. വായു ഒരു വിദ്യുത്രോധി, അതായത് ഇൻസുലേറ്റർ ആണ്. വായു ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ട് സാധാരണ മർദ്ദത്തിൽ ഈ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോവില്ല. കാരണം എന്താണ്? വായു ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് സാധാരണ മർദ്ദത്തിൽ ഈ ഒരു ട്യൂബിനുള്ളിൽ വായു ഉണ്ടെങ്കിൽ ആ വായുവിലൂടെ വൈദ്യുതി കടന്നു പോവില്ല. എന്നാൽ ഈ ട്യൂബിനുള്ളിലെ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുകയാണെങ്കിൽ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകും. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന അവിടെ ഒരു ഗ്ലാസ് ട്യൂബ് ആയിരുന്നു. ഈ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ ആദ്യത്തെ ഘട്ടത്തിൽ എന്തുണ്ട്? ഫുൾ എയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായു എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ട് തന്നെ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ട്യൂബിന്റെ ഉള്ളിലെ വായു ഘട്ടം ഘട്ടമായിട്ട് നീക്കം ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ളിൽ മർദ്ദം വളരെയധികം കുറയും, അല്ലെ? അങ്ങനെ മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകും. അങ്ങനെ വൈദ്യുത ഡിസ്ചാർജ് ഉണ്ടാകുന്നതായി അദ്ദേഹം കണ്ടെത്തി. മനസ്സിലായോ? വൈദ്യുതി കടന്നു പോകുക അല്ലെങ്കിൽ വൈദ്യുതി ഡിസ്ചാർജ് ഉണ്ടാവുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. എന്നിട്ട് സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡായിട്ട് ഉപയോഗിച്ചാൽ അതിന് പിറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം ഉണ്ടാവുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. എന്താണ് അദ്ദേഹം കണ്ടെത്തിയത്? അതായത് ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് അല്ലെങ്കിൽ ആനോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ് ആനോഡ്. ആനോഡ് എന്താണ്? അവിടെ ഒരു സുഷിരമുള്ള ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത് അറിയാമോ? അതിന് പിന്നിൽ സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ആ ഒരു ഭാഗത്ത്, അപ്പൊ ആ ഒരു വിടവിലൂടെ നമ്മുടെ ഈ ഇലക്ട്രോഡിന്റെ ഉള്ളിലെ ആ ഒരു വിടവിലൂടെ സിങ്ക് സൾഫൈഡിലേക്ക് അവിടെ ആ ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം ഉണ്ടാവുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തുകയാണ്. അപ്പൊ കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെ കാഥോഡ് രശ്മികൾ അല്ലെ കാഥോഡ് റേസ് എന്ന് വിളിക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്? വില്യം ക്രോക്കിന്റെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇരുവശത്തും ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് 1875 ആദ്യമായിട്ട് കാഥോഡ് രശ്മികളെ കുറിച്ചുള്ള പഠനം നടത്തിയ വ്യക്തിയാണ് വില്യം ക്രൂക്സ്. അപ്പോൾ ഈ എന്താണ്? വായു എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിലെ വായു നീക്കം ചെയ്ത് മർദ്ദം കുറച്ചുകൊണ്ട് ഇദ്ദേഹം എന്താ ചെയ്തത്? ഡിസ്ചാർജ് ട്യൂബിലൂടെ വൈദ്യുതി കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആനോഡ്, അവിടെ എന്താ? സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെ ആനോഡ് ആണ് ഉപയോഗിച്ചത്. അതിന് പിറകിൽ ഒരു സിങ്ക് സൾഫൈഡിന്റെ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സിങ്ക് സൾഫൈഡിന്റെ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. എവിടെ? ഈ ഗ്ലാസ് ട്യൂബിന്റെ ഭിത്തിയിൽ. അപ്പോൾ ഈ ഒരു കോട്ടിങ് കൊടുത്ത ഭാഗത്ത് ഒരു ഇളം പച്ച നിറത്തിലുള്ള തിളക്കം ഉണ്ടാവുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. ആനോഡിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇളം പച്ച നിറത്തിലുള്ള ഈ തിളക്കം ഉണ്ടാവുന്നതായിട്ട് കാണുന്നത്, ആനോഡിന്റെ ബാക്ക് വശത്തായിട്ട്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കുകയാണ് കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ കാരണമാണ് ആനോഡിന്റെ ബാക്ക് സൈഡിലുള്ള ഈ സിങ്ക് സൾഫൈഡ് പൂശിയ ഭാഗത്ത് ഒരു തിളക്കം കണ്ടെത്തിയതെന്ന്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ രശ്മികളെ കാഥോഡ് രശ്മികൾ എന്ന് വിളിച്ചു. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് കാഥോഡ് രശ്മികളെ കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയും അവയുടെ വിവിധ സവിശേഷതകൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ കാഥോഡ് രശ്മികൾ കണ്ടെത്തിയത് ആരാണ്? വില്യം ക്രൂക്സ് ആണ്. വില്യം ക്രൂക്ക് അദ്ദേഹത്തിന്റെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് എന്ത് ചെയ്തത്? ഈ ഒരു കാഥോഡ് രശ്മികളെ കുറിച്ച് പഠിച്ചത്. അപ്പൊ അദ്ദേഹം അവിടെ പൂശിയ ആ ഒരു വസ്തു ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? സിങ്ക് സൾഫൈഡ്. വില്യം ക്രൂക്സിന്റെ പരീക്ഷണത്തില് ഗ്ലാസ് ട്യൂബിലെ ആ ഒരു സുഷിരങ്ങളിലുള്ള ആനോഡിന്റെ പിറകിലായിട്ട് അദ്ദേഹം പൂശി കൊടുത്ത സാധനമാണ് സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്നത്. സിങ്ക് സൾഫൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി കാഥോഡ് രശ്മികളുടെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കാഥോഡ് രശ്മികളുടെ കണ്ടെത്തൽ. മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അത് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യമാണ് അല്ലെ? മർദ്ദം കുറയുമ്പോഴാണ് വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോവുള്ളൂ. സാധാരണ മർദ്ദത്തിൽ കടന്നു പോകില്ല. വായു ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ മർദ്ദം കുറയ്ക്കുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകും.
അപ്പോ കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കിൾ ഫാരഡെ പഠനത്തിന് വിധേയമാക്കി. പക്ഷെ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടാണ്. ആ ഒരു സമയത്ത് കാര്യമായിട്ടുള്ള നിർവാത പമ്പുകളോ അല്ലെങ്കിൽ വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പഠനത്തെ നെഗറ്റീവായിട്ട് ബാധിച്ചു. അദ്ദേഹത്തിന് കൂടുതലായിട്ട് പഠനങ്ങളൊന്നും നടത്താനായിട്ട് പറ്റിയില്ല. അപ്പോ 1854 നമ്മുടെ ഹെൻറിച്ച് ഗ്ലേസർ എന്ത് ചെയ്തു? ഒരു നിർവാത പമ്പുകളൊക്കെ വികസിപ്പിച്ചെടുത്തു. വായുവൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള പമ്പുകളും കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തു. അപ്പോൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ പമ്പുകളുടെ അല്ലെങ്കിൽ ട്യൂബുകളുടെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ജൂലിയസ് പ്ലക്കർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്: വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായിട്ട് ഒരു ദീപ്തി ഉണ്ടാകുമെന്നും കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിന്റെ സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. ജൂലിയസ് പ്ലക്കറിന്റെ ഒരു കൺക്ലൂഷൻ ആണ് വരുന്നത്. ജൂലിയസ് പ്ലക്കർ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ അതിനൊരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണ് എന്താണ്? ഇങ്ങനെ ഈ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകും. അപ്പൊ അങ്ങനെ വൈദ്യുത ഡിസ്ചാർജിലൂടെ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തുകയാണ്. അപ്പൊ ആ ഒരു ഡിസ്ചാർജിന്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു തിളക്കത്തിന്റെ സ്ഥാനം, അങ്ങനെ തിളക്കം ഉണ്ടാവുന്നുണ്ടെന്നും ആ തിളക്കത്തിന്റെ സ്ഥാനം മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കത്തിന് കാരണമായിട്ടുള്ള രശ്മികള് വൈദ്യുത ചാർജിന്റെ സാന്നിധ്യത്തിനുള്ള തെളിവാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഫൈനൽ റിസൾട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ്? വില്യം ബ്രൂക്കിന്റെ പരീക്ഷണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഈ തിളക്കം അനുഭവപ്പെടുന്നുണ്ടെന്ന്. ആ തിളക്കം തന്നെയാണ് ഇവിടെ ദീപ്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ദീപ്തി ഉണ്ടാവുന്നതെന്നും ഒരു കാന്തം അതിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തിളക്കം അതിന്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ടും പറ്റും എന്നുള്ളതാണ് ജൂലിയസ് പ്ലക്കർ പറഞ്ഞത്. പിന്നീട് ജോഹാൻ വില്യം ഹിറ്റ്ഹോഫർ, ഒയ്ഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്നീ ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണങ്ങളൊക്കെ തുടർന്ന് നടത്തുകയും കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് തിളക്കത്തിന് കാരണമെന്ന് അവര് കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ, ഇനി കാഥോഡ് രശ്മികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഓൾഡ് SCERT പോയിന്റ്സ് ഇല്ല, ന്യൂ SCERT പോയിന്റ്സ് തന്നെയാണ്. അത് പ്രത്യേകം ഒന്ന് പഠിച്ചു വെക്കണം നമ്മൾ. ഓക്കെ, നമ്മൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാഥോഡ് രശ്മികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഫസ്റ്റ് വൺ, കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോ ഫസ്റ്റ് പോയിന്റ്, കാഥോഡ് രശ്മികളുടെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാവുന്നത് കാഥോഡ് രശ്മികളുടെ സഞ്ചാരപാത എന്താണ്? നേർരേഖയിലാണ്. അപ്പൊ എങ്ങനെയാണ് അത് നേർരേഖയിലാണെന്ന് തെളിയിച്ചത്? അതായത് കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യമായിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിഴൽ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തി. അപ്പൊ നിഴൽ ഉണ്ടാകുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ കാഥോഡ് രശ്മികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാവുന്നത് കാഥോഡ് രശ്മികളുടെ സഞ്ചാരപാത നേർരേഖയിലാണ്. അത് ഏത് പരീക്ഷണത്തിലൂടെയാണ് മനസ്സിലാക്കിയത്? കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ്, കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ട്. എന്താണ്? കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ആ മാസ് ഉണ്ട് എന്നുള്ളത് തെളിയിച്ചത് എങ്ങനെയാണ്? കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം കൊണ്ടുവയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കറങ്ങുന്നു. അപ്പൊ കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഒരു ചക്രം കൊണ്ടുവച്ചാൽ അത് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്കൊരു മാസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, കാഥോഡ് രശ്മികളുടെ ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. കാഥോഡ് രശ്മികളുടെ ചാർജ് നെഗറ്റീവ് ആണ്. കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. കാഥോഡ് രശ്മിയുടെ പാതയുടെ ഇരുഭാഗത്തുമായിട്ട് വൈദ്യുത മണ്ഡലം, ഒരു വൈദ്യുതി നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ, വൈദ്യുത ചാർജ് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. അതായത് കാന്തിക മണ്ഡലത്തിൽ കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. കാഥോഡ് രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് മൂവ്മെന്റ് ഉണ്ടാകുന്നു. അപ്പോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് രശ്മികളുടെ ചാർജ് നെഗറ്റീവ് ആണ്. 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. കാഥോഡ് രശ്മികളുടെ സഞ്ചാരപാത നേർരേഖയിലാണ്. രണ്ടാമത്തെ പോയിന്റ്, കാഥോഡ് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ട്.
മൂന്നാമത്തെ പോയിന്റ് കാഥോഡ് രശ്മികളുടെ ചാർജ് നെഗറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ്, കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. കാന്തിക മണ്ഡലത്തിലും ഇവയുടെ ആ ഒരു പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് പോസിറ്റീവ് ടുവേഴ്സ് പോസിറ്റീവ് സൈഡിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ്. കാഥോഡ് കിരണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കാഥോഡ് കിരണങ്ങൾ വരുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ്. അപ്പൊ കാന്തിക മണ്ഡലത്തിലാണെങ്കിലും ശരി, വൈദ്യുത മണ്ഡലത്തിലാണെങ്കിലും ശരി, കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് എന്ത് സംഭവിക്കും? വ്യതിയാനം സംഭവിക്കും. മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റുകൾ എത്ര എണ്ണാണ് നമ്മൾ പറഞ്ഞ? 4 പോയിന്റുകൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നോക്കിയേ, കാഥോഡ് രശ്മികളുടെ സഞ്ചാരപാത നേർരേഖയിലാണ്. അതിന്റെ പാതയിൽ ഒരു അതാര്യ വസ്തു വെക്കുകയാണെങ്കിൽ നിഴലുണ്ടാകും. 2, കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ട്. കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം വെക്കുകയാണെങ്കിൽ അത് കറങ്ങുന്നുണ്ട്. 3, കാഥോഡ് രശ്മികളുടെ ചാർജ് നെഗറ്റീവ് ആണ്. എന്താണ്? കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായിട്ട് ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് കാന്തിക മണ്ഡലം, അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ കാന്തിക മണ്ഡലമാണെങ്കിലും കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ വൈദ്യുത മണ്ഡലത്തിലും അതുപോലെ തന്നെ കാന്തിക മണ്ഡലത്തിലും കാഥോഡ് ടു ആനോഡ് ആണ് കാഥോഡ് കിരണങ്ങൾ വരുന്നത്. ആ കാഥോഡ് ടു ആനോഡിലേക്ക് കാഥോഡ് റേസ് വരുമ്പോഴേക്കും കാന്തിക മണ്ഡലത്തിലും വൈദ്യുത മണ്ഡലത്തിലും കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോണുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. മറ്റൊരു പോയിന്റ് കൂടിയാണ് ഇത്. കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളെ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കാം. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആര്? ജെ തോംസൺ ആണ് എന്ത് ചെയ്തത്? EM റേഷ്യോ, ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത്. ഓക്കെ, കാഥോഡ് രശ്മികളെ കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്ര ലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ കണികകൾ ഉണ്ടെന്ന് തെളിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായി 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ജെ തോംസൺ നേടി. ഓക്കെ, അപ്പൊ ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ, ഇലക്ട്രോണുകൾ എന്താണ്? ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. അതിനെ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കാം. ജെ തോംസൺ ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തി. 1906 ഈ ഒരു ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് 1906 അദ്ദേഹത്തിന് ഫിസിക്സിലെ നൊബേൽ സമ്മാനം ലഭിച്ചു. ഇലക്ട്രോണിന്റെ മാസ് നോക്കാം. ഇലക്ട്രോണിന്റെ EM അനുപാതം എന്താണ്? EM അനുപാതം നമ്മൾ മുകളിൽ വായിച്ച കാര്യമാണ്. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം, അതാണ് EM റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ EM റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം എന്നുള്ളതാണ് EM റേഷ്യോ. ഓക്കെ, ഇലക്ട്രോണിന്റെ EM റേഷ്യോ എന്ന് പറയുന്നത്, EM അനുപാതം എന്ന് പറയുന്നത് 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചില്ല. അദ്ദേഹത്തിന്റെ ഡ്രോബാക്ക് ആണ് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചില്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൺ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് ഇലക്ട്രോണിന് 1.6 × 10⁻19 കൂളോം നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതിൽ നിന്ന് ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? EM റേഷ്യോ കണ്ടെത്തിയത് ആരാണ്? 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം എന്ന് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. പക്ഷെ
നമ്മുടെ ഇതിന്റെ മാസും ചാർജും സെപ്പറേറ്റ് കണ്ടെത്താനായിട്ട് ആർക്ക് സാധിച്ചില്ല? ജെ തോംസന് സാധിച്ചില്ല. റോബർട്ട് മില്ലിക്കൺ അദ്ദേഹത്തിന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെ ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻⁻19 കൂളോം ആണെന്ന് കണ്ടെത്തി. പിന്നീട് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇതിന്റെ മാസ് കൂടി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ? മാസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാസ് കണ്ടെത്താലോ. 9.1 into 10⁻31 കിലോഗ്രാം ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗത്തോട്ട് വരാം. പ്രോട്ടോണിനെ കുറിച്ചാണ് പറയുന്നത്. 1886 ഒയ്ഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് വില്യം ക്രൂക്സിന്റെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമായിരുന്നു. അതിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഹോളുള്ള ആനോഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഗോൾഡ് സ്റ്റെയിൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. എന്താണ്? കാഥോഡ് ട്യൂബുകൾക്ക്, സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ചാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അപ്പോഴാണ് അദ്ദേഹം കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ഇതിന് ആനോഡ് രശ്മികൾ എന്ന് വിളിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ കനാൽ രശ്മികൾ കണ്ടെത്തിയത് സുഷിരങ്ങളുള്ള കാഥോഡ് ട്യൂബ് ഉപയോഗിച്ചിട്ട് ഗോൾഡ് സ്റ്റെയിൻ പരീക്ഷണങ്ങൾ നടത്തി. ആ സമയത്ത് എന്ത് കണ്ടെത്തി? പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിട് അല്ലെങ്കിൽ ആനോഡിൽ നിന്ന് രശ്മികൾ പുറപ്പെടുന്നതായിട്ട് കണ്ടെത്തി. ഇപ്പൊ എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതിന്റെ പേരാണ് രശ്മികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ കാറ്റിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ എവിടെ നിന്നാണോ പുറപ്പെടുന്നത് ആ പേരായിരിക്കും ഈ രശ്മികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ആനോഡിൽ നിന്നാണ് രശ്മികൾ പോകുന്നത്. അപ്പൊ അതിനെ ആനോഡ് രശ്മികൾ എന്ന് വിളിച്ചു. ആനോഡ് രശ്മികളുടെ മറ്റൊരു പേരാണത് കനാൽ രശ്മികൾ. ഇനി ഗോൾഡ് സ്റ്റെയിൻ ഈ രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് അവയിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഓക്കെ, ആനോഡ് രശ്മികളില് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പൊ ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ വാതകങ്ങൾ മാറ്റി അദ്ദേഹം പരീക്ഷണം നടത്തി. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്? അതിനുള്ളിൽ ഫോം ചെയ്ത കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും അതിന് ഭാരം കുറവാണെന്നുള്ളതും കണ്ടെത്തി. അപ്പൊ ഇത് ഒരു സബാറ്റോമിക കണമാണെന്ന് പിന്നീട് കണ്ടെത്തുകയും പ്രോട്ടോൺ എന്ന പേര് നൽകിയത് ഏണസ്റ്റ് റൂദർഫോർഡും ആണ്. അല്ലെ? ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പൊ പ്രോട്ടോൺ എന്നല്ല പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മാത്രമാണ് ആര് പറഞ്ഞത്? ഗോൾഡ് സ്റ്റെയിൻ പറഞ്ഞത്. ഈ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം അല്ലെ ഈ പോസിറ്റീവ് ചാർജുള്ള സബ് ആറ്റോമിക കണം എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ് എന്ന് തിരിച്ചറിഞ്ഞത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. നമ്മളിങ്ങനെ ഈ കോഡ് പഠിക്കാറില്ലേ? ഓക്കെ, PEN-RTC എന്നൊരു കോഡ് അല്ലെ? നമ്മുടെ PSC പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആദ്യ സമയങ്ങളിലൊക്കെ പഠിക്കുന്ന കോഡാണിത്, PEN-RTC എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു കോഡിലൂടെ തന്നെ ഒരു മാർക്ക് നേടാവുന്ന ചോദ്യങ്ങളൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. നോക്കി, പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ആരാണ്? ജെയിംസ് ചാഡ്വിക്. ആ രീതിയിലാണ് ഈ ഒരു കോഡ് ഓർത്തു വെക്കേണ്ടത് കേട്ടോ. അതൊക്കെ അറിയുന്നതാണല്ലോ. ഇനി അടുത്തത് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃകയെ കുറിച്ച് നോക്കാം. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ജെ തോംസൺ ആണ് എന്ത് കൊണ്ടുവന്നത്? പ്ലം പുഡിംഗ് മോഡല് കൊണ്ടുവന്നത്. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹം ഒരു മോഡൽ കൊണ്ടുവരികയാണ്, ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അതായത് നമ്മൾ ഈ പ്ലം പുഡിംഗ് കേക്ക് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ ഗോളത്തിനെ മുഴുവനായിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് കണക്കാക്കുക. പോസിറ്റീവ് ചാർജുള്ള ഗോളത്തില് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അവിടെ ഇവിടെയായിട്ട് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്തുകൊണ്ട്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുകളുടെ എണ്ണം ഈക്വൽ ടു നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം. എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മാതൃകയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാതൃക പിന്തള്ളപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് റേഡിയോ ആക്ടിവിറ്റി നോക്കാം. യുറേനിയം, തോറിയം,
തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളാണ് യുറേനിയവും തോറിയവും. 1896 ഹെൻറി ബെക്വറൽ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് കിരണങ്ങളാണ് ഉള്ളത്. പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസുമില്ലാത്ത ഗാമ കിരണങ്ങൾ എന്ന് 3 തരത്തിലാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കിരണങ്ങൾ ഉള്ളത്. ആൽഫ, ബീറ്റ, ഗാമ. ആൽഫയ്ക്ക് പോസിറ്റീവ് ചാർജും മാസും ഉണ്ട്. നെഗറ്റീവ് ചാർജാണ് ബീറ്റയ്ക്ക്. ഗാമയ്ക്കാണെങ്കിൽ ചാർജും ഇല്ല, മാസും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണമാണ് നോക്കാനായിട്ടുള്ളത്. ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ, ഇതിന്റെ നിരീക്ഷണങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം 1911 ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാഡ്സൺ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തി. ഈ പരീക്ഷണങ്ങൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു. റേഡിയോ ആക്റ്റീവതയുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റൂദർഫോർഡ് ശ്രമിച്ചു. എന്താ ചെയ്തത്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന, നമ്മൾ പറഞ്ഞു ആൽഫ, ബീറ്റ, ഗാമ റേസ് ഉണ്ടെന്ന്. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ എന്താ ചെയ്തത്? ഒരു സ്വർണ്ണത്തകിടിലൂടെ കടത്തിവിട്ടിട്ട് ആ റേസിന്റെ പാതയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്തുകയാണ് റൂദർഫോർഡ് ചെയ്തത്. സ്വർണ്ണത്തകിടിൽ നിന്ന് പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോ ഫിലിമിൽ പതിപ്പിച്ചു. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ പുറത്തു വെച്ചിരിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂലകമാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൽഫ റേസ് ഒരു സ്വർണ്ണത്തകിടിലൂടെ കടത്തിവിട്ട് ഈ റേസിന്റെ പാതകളിൽ ഉണ്ടാവുന്ന ഡീവിയേഷൻസ് ആണ് ഇദ്ദേഹം ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ഈ ആൽഫ കണങ്ങൾ പതിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം അതുകൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ഈ 3 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 3 പോയിന്റ്സും നോക്കാം. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ കടന്നുപോയി. ഓക്കെ, ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ കടന്നു പോയി. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം, ഏകദേശം 20,000-ൽ ഒരെണ്ണം എന്ന തോതിൽ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയും 3 ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹം നടത്തിയത്. ആ ഒബ്സർവേഷനിൽ നിന്നും അദ്ദേഹം കുറച്ച് കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഈ ഒബ്സർവേഷൻസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. ഇവിടെ നോക്കിയേ, ഈ ഒരു എക്സ്പെരിമെന്റ് ആൽഫ കണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണം നടത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിനെ ആൽഫ കണിക പരീക്ഷണം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആൽഫ കണിക പരീക്ഷണം, ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ആൽഫ കണിക പരീക്ഷണം തന്നെയാണ് ഈ ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞത് ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത്, നോക്കിയേ, ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതുകൊണ്ടാണ് ഭൂരിഭാഗം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത്. ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതുകൊണ്ടാണ്. അവിടെ ഒന്നും എന്താണ് ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കാനായിട്ട് ഒന്നുമില്ല. ഭൂരിഭാഗവും ശൂന്യമായതുകൊണ്ടാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത്. രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ചില ആൽഫ കണങ്ങൾ എന്താ ചെയ്തത്? സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ ഒരു കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. ചില ആൽഫ കണങ്ങൾ ഈ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ ചെറിയൊരു കോണളവിൽ ഡീവിയേഷൻ സംഭവിച്ചു. കണ്ടോ, മോസ്റ്റ് മെജോറിറ്റി എന്താ ചെയ്തത്? നേരെയാണ് പോയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതിനുള്ള ഈ ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതുകൊണ്ടാണ് ഭൂരിഭാഗം ആൽഫ കണങ്ങളും ഡീവിയേഷൻ ഒന്നും കൂടാതെ തിരികെ പോയതെന്ന്. എന്നാൽ കുറച്ചെണ്ണത്തിന് മാത്രം എന്ത് സംഭവിച്ചു?
ഒരു ചെറിയ ഡീവിയേഷൻ അല്ലെ, വ്യതിചലിച്ച് സഞ്ചരിച്ചു, ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. അപ്പൊ അതിനുള്ള കാരണം എന്താന്നാ പറയുന്നത്? പോസിറ്റീവ് ചാർജ്. എവിടെ നോക്കിയേ, ആൽഫയ്ക്ക് എന്ത് ചാർജാ ഉള്ളത്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്ത് കൂടി കടന്നു പോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഒരേപോലുള്ള ചാർജുകളാണെങ്കിൽ അവ പരസ്പരം വികർഷിക്കുകയാണ് ചെയ്യുക, അല്ലെ? അപ്പൊ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്ത് കൂടി കടന്നു പോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് ഈ ചെറിയ കോണളവിലുള്ള ഡീവിയേഷൻ സംഭവിച്ചത്. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം, ഏകദേശം എത്രയാ, 20,000-1 അല്ലെ, 20,000-1 എന്ന കണക്കിൽ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അപ്പോ അതിന് കാരണം എന്തായിരിക്കും? ആറ്റത്തിന്റെ മുഴുവനായിട്ടുള്ള പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മധ്യത്തിലുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. ഈ കേന്ദ്രഭാഗം ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണ്. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. ഈ കേന്ദ്രത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. മനസ്സിലായോ? റൂദർഫോർഡിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ അദ്ദേഹം 3 ഒബ്സർവേഷൻസ് ആണ് കൊണ്ടുവന്നത്. ആ 3 ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന കൺക്ലൂഷൻ ആണ് പറഞ്ഞത്. ആ ഒബ്സർവേഷനും കൺക്ലൂഷനും നമുക്ക് ഒന്നുകൂടി നോക്കാം, അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം എത്തിയ കൺക്ലൂഷൻ ഇതാണ്: ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആൽഫ കണങ്ങൾ വ്യതിയാനം കൂടാതെ കടന്നുപോയത്. ഭൂരിപക്ഷം ആൽഫ കണങ്ങൾ എന്താ ചെയ്തത്? മെജോറിറ്റിയും കടന്നുപോയി, വ്യതിയാനം ഇല്ലാതെ കടന്നുപോയി. ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു? ചില ആൽഫ കണങ്ങൾ മാത്രം ഈ സ്വർണ്ണത്തകിടി തട്ടിയപ്പോൾ ഒരു ചെറിയ ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടായി, അല്ലെ? അതിന് കാരണം എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്തിന്റെ സമീപത്തൂടി പോയിട്ടുണ്ടാവും. അപ്പൊ അത് തമ്മിൽ റിപ്പൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായിരിക്കണം ആ ഒരു ചെറിയ കോണളവിലുള്ള വ്യതിചലനത്തിന് കാരണമായത്. ഇനി വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം, ഏകദേശം 20,000-1 എന്ന തോതിൽ 180 ഡിഗ്രിയിൽ വ്യതിചലിച്ചു എന്നാ പറഞ്ഞത്. അപ്പോ അതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം എന്ന് പറയുന്നത് ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. അപ്പൊ ഈ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ഇതിന് നേരെ വന്ന ഈ ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ചെറിയ ഭാഗത്തിന് നേരെ വന്നിട്ടുള്ള ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. അതിനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ന്യൂക്ലിയസ് എന്ന് പേരിട്ട് വിളിച്ചത്. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയെ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് ചുരുക്കി എഴുതാം. എങ്ങനെയാണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളുടെ റൂദർഫോർഡ് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങൾ ഇതൊക്കെയാണ്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും ഏകദേശം പൂർണ്ണമായിട്ടും ന്യൂക്ലിയസിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചാർജും മാസും എന്താ ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയസിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റലിൽ വളരെ വേഗം പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പൊ ഇത്രയുമാണ് റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയെ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാവുന്ന കാര്യം. അപ്പൊ ഈ ഒരു മാതൃകയാണ് എന്ത് പറയുന്നത്? സൗരയൂഥ മാതൃക എന്ന് അറിയപ്പെടുന്നു. സൗരയൂഥ മാതൃക. ഇനി അതിനും കുറെ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അതാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയെ തന്നെയാണ് പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക, ന്യൂക്ലിയർ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പ്ലം പുഡിംഗ് മോഡൽ ആരുടെയായിരുന്നു? പ്ലം പുഡിംഗ് മോഡൽ ആരുടെയാ? ജെ തോംസൺ, അല്ലെ? റൂദർഫോർഡിന്റെ മാതൃക ഏതാണ്? സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സൗരയൂഥ മാതൃകയുടെ പരിമിതികൾ എന്തൊക്കെയാണ്. വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജം പുറത്തുവിടേണ്ടതാണ്. അതിനാൽ റൂദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ തുടർച്ചയായി ഊർജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാനായിട്ട് റൂദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചില്ല.
റൂദർഫോർഡ് മാതൃകയുടെ ഒരു ഡ്രോബാക്ക് എന്താണ് എന്ന് ചോദിച്ചാല് എന്താണ് ഈ വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുകളുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജം പുറത്തു വിട്ടുകൊണ്ട് അതെന്ത് ചെയ്യണം, ന്യൂക്ലിയസിൽ വന്ന് പതിക്കണം. ഊർജം പുറത്തു വിട്ടുകൊണ്ട് എന്ത് ചെയ്യണം, ന്യൂക്ലിയസിന് ചുറ്റും വലയം വെക്കുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായി ഊർജം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫൈനലി ന്യൂക്ലിയസിൽ വന്ന് പതിക്കണമെന്നാണ്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതിന് എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ആർക്ക് പറ്റിയില്ല, റൂദർഫോർഡിന് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റൂദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാവുന്നത്. റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചു. ആൽഫ കണിക പരീക്ഷണം അല്ലെങ്കിൽ സ്വർണ്ണത്തകിട് പരീക്ഷണം. അദ്ദേഹം ന്യൂക്ലിയസ് കണ്ടെത്തി അല്ലെ, ന്യൂക്ലിയസ് കണ്ടെത്തി എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ എന്താണ്, പ്രോട്ടോൺ കണ്ടെത്തി. പ്രോട്ടോണിന് അത് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഗോൾഡ്സ്റ്റൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം 1920 പ്രോട്ടോൺ കണ്ടെത്തി. പിന്നെ അദ്ദേഹത്തിനെ തന്നെയാണ് ആരെയാണ്, റൂദർഫോർഡിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഇതൊക്കെ കണ്ടെത്തിയത് ആരാണ്, റൂദർഫോർഡ് ആണ്. പിന്നെ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണത്തിന്റെ അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത കണം ഏതാ, ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിന്റെ സാന്നിധ്യം അദ്ദേഹം പ്രവചിച്ചു. എന്നാൽ ന്യൂട്രോൺ കണ്ടെത്തിയത് മറ്റൊരു വ്യക്തിയാണ്. അപ്പൊ ന്യൂട്രോണിന്റെ കണ്ടെത്തൽ മുതലുള്ള അടുത്ത കാര്യങ്ങൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഭംഗിയായിട്ട് പഠിച്ചു പോവുക. തുടർന്നും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലഭ്യമാവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എക്സാംസും ആക്സസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്